പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നല്ല ഒരു ദിവസം ഏവർക്കും ആശംസിക്കുന്നു. നോമ്പുകാലമാണ്. ക്രിസ്ത്യൻസിനും മുസ്ലിമിനും ഹിന്ദുക്കൾക്ക് പിന്നെ മണ്ഡലകാലം കഴിഞ്ഞു. എങ്കിലും നോമ്പ് നോക്കുന്നവരുണ്ടാവാം. എല്ലാവർക്കും നന്മയുടെ ഒരു നല്ല സൽദിവസം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈബിളിലൂടെ ഞാനൊന്ന് കണ്ണോടിച്ചപ്പോൾ എൻ്റെ കണ്ണിൽ ഇന്ന് പതിഞ്ഞ ഒരു നോമ്പുകാല ചിന്ത ഇതാണ്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം എന്ന് ഉണ്ട് എങ്കിൽ യേശുക്രിസ്തു ന്യായാധിപനൊന്നുമല്ലായിരുന്നു. പക്ഷേ യേശുക്രിസ്തു എന്താണ് പറയുന്നത് എന്നതറിയാൻ വേണ്ടിയാണ് യഹൂദർ ഈ സ്ത്രീയെ മുന്നിൽ കൊണ്ടുവന്നത്. ആ സ്ത്രീ മോശയുടെ നിയമപ്രകാരം കല്ലെറിയപ്പെടണം എന്നവർ പറഞ്ഞത്. അപ്പോൾ യേശു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ടേ, നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. ഇതൊന്നുമല്ല എന്നെ സ്ട്രൈക്ക് ചെയ്തേ. അവൻ നിലത്തിരുന്ന് എഴുതുകയായിരുന്നു. നിലത്തിരുന്ന് മണ്ണിൻ്റെ വിധാനത്തിൽ നിലത്തിരിക്കാൻ കാണിച്ച ആ എളിമയും ആ മനസ്സും അത് നമ്മൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു, പ്രത്യേകിച്ച് നോമ്പ് കാലത്ത്. കാരണം സിംഹാസനമല്ല, നിലത്ത് മണ്ണിൽ. ഇന്നല്ലെങ്കിൽ നാളെ മണ്ണിൽ പോകേണ്ടവരാണല്ലോ നമ്മളൊക്കെ. എന്നിട്ട് യേശുക്രിസ്തു പറഞ്ഞ വാക്ക് ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയുന്നു. പ്രത്യേകിച്ച് നോമ്പിൻ്റെ ഒരു സന്ദേശം പോലെ പൂർവ്വകാലങ്ങളിൽ പൂർവാശ്രമം എവിടെയായാലും കത്തോലിക്ക സഭയിലായിരുന്നു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നു, ക്ഷമിക്കുക, പൊറുക്കുക. കുറ്റമില്ലാത്തവരാരുമില്ല. കുറ്റം ചെയ്തു പോവുകയും കുറവുകൾ വരികയും ചെയ്യും. അതുകൊണ്ട് അല്പ ക്ഷമിക്കാനും അല്പ പൊറുക്കാനും ഏവർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും നന്മയുടെ നല്ല ദിവസം ആശംസിക്കുന്നു. കുഞ്ഞുങ്ങളെ ഇന്ന് തല്ലാൻ, വടികൊണ്ട് തല്ലാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ കൈകൊണ്ട് തലയോടി വെക്കുക. ആരെങ്കിലും ശാസിക്കാൻ വേണ്ടി തൻ്റെ നാവ് ചലിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ നാവിനെ ഒന്ന് അടക്കി വെച്ചേക്കുക. മറക്കാനും പൊറുക്കാനുമുള്ള കാലം, പ്രത്യേകിച്ച് ഇക്കാലം. നല്ല ദിവസം.